Welcome back to Mega Swarnamala. Coral team 9500 points. Ruby team 11500 points. Emerald team 11000 points. Diamond team 12500 points. Ini Mega Swarnamaliyude അഞ്ചാം ഘട്ടം. ഇത് ബസർ റൗണ്ട് ആണ്. 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ശരിയുത്തരം നൽകുന്നവർക്ക് 1000 പോയിന്റ്സ് ആണ് സമ്മാനം ലഭിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം ഞാൻ ചോദിച്ച് തീരുന്നതിന് മുമ്പ് ബസർ അമർത്തിയാൽ 500 പോയിന്റ് കുറയും. അതേപോലെ തന്നെ ബസർ അമർത്തി കഴിഞ്ഞ ഉത്തരം തെറ്റായിട്ടാ പറയാച്ചാല് 500 പോയിന്റ് കുറയും. ബസർ അമർത്തി ഉത്തരം പറയാതിരുന്നാലും 500 പോയിന്റ് കുറയും. ഓക്കെ, ദമ്പതികളിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ഇതൊരു എലിമിനേഷൻ റൗണ്ട് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഈ റൗണ്ടിന്റെ അവസാനം ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിക്കുന്ന സംഘം മെഗാ സ്വർണ്ണമഴയിൽ നിന്നും ഒഴിവാക്കപ്പെടും. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക, ശ്രദ്ധിച്ച് കളിക്കുക. ആരാണ് മത്സരിക്കാൻ വരുന്നത്? വന്നോളൂ. റെഡി അല്ലേ? ചോദിക്കാലോ അല്ലേ? ആദ്യ ചോദ്യം, ചെന്തുരുത്തി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ചെന്തുരുത്തി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആർക്കും ഉത്തരം അറിയില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആർക്കും പോയിന്റ്സ് ലഭിക്കുന്നില്ല. ആരും തന്നെ ബസർ അമർത്തിയിട്ടില്ല. ശരിയായ ഉത്തരം കൊല്ലം. ആരും ഉത്തരം അമർത്തിയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഏത്? കോറൽ ടീമാണ് ആദ്യം ബസർ അമർത്തിയിരിക്കുന്നത്. പറയൂ. 1965. സോറി സർ, 1962 ആണ്. സോറി, കോറൽ ടീം ബസർ അമർത്തി തെറ്റായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. 500 പോയിന്റ് കുറയും. ഓക്കെ, അടുത്ത ചോദ്യം, ഹരിയാനയുടെ തലസ്ഥാനം ഏത്? എംബ്രോൾ ടീമാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ഉത്തരം ശരിയാണ്. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. 1000 പോയിന്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? പറയൂ സർ. ഇരുമ്പ്. ഉത്തരം തെറ്റാണ്. ചെമ്പാണ് ഉത്തരം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. 500 പോയിന്റ് വീണ്ടും നഷ്ടപ്പെടുന്നു. ഈ ഘട്ടത്തിലെ അവസാന ചോദ്യം, 600 ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ബോളർ ആര്? പറയൂ സർ. ഷെയ്ൻ വോൺ ഉത്തരം ശരിയാണ്. അങ്ങനെ 3 പ്രാവശ്യം സാറ് ട്രൈ ചെയ്തു. അതിൽ മൂന്നാമത്തെ പ്രാവശ്യം, ഒന്നിൽ പിഴച്ച 3 മൂന്നാമത്തെ പ്രാവശ്യം ശരി ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ 2 പ്രാവശ്യം 500 പോയിന്റ്സ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. കോറൽ ടീമിന് ഇപ്രാവശ്യം 1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. മെഗാ സ്വർണ്ണമഴയുടെ 5ാം ഘട്ടം ഇവിടെ അവസാനിക്കുമ്പോൾ ഏതൊക്കെ ടീമിന് എത്രയൊക്കെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. കോറൽ ടീം 9500 പോയിന്റ്സ്, 9500 പോയിന്റ്സ്. റൂബി ടീം 11500 പോയിന്റ്സ്, 11500 പോയിന്റ്സ്. എംറാൾഡ് 12000 പോയിന്റ്സ്. ഡയമണ്ട് ടീം 12500 പോയിന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഘട്ടം അവസാനിക്കുമ്പോൾ ഏറ്റവും കുറവ് പോയിന്റ് ഉള്ള സംഘം മെഗാ സ്വർണ്ണമഴയിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന്. നമുക്കറിയാം, കോറൽ ടീമാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് നേടിയിരിക്കുന്നത്, 9500 പോയിന്റ്സ്. അതുകൊണ്ട് ഐ എം സോറി സർ, പ്ലീസ് കം. ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും 20 ഗ്രാം സ്വർണം സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ നന്നായി മത്സരിച്ചു. പ്രത്യേകിച്ച് എനിക്ക് പറയാണ്ട് 3 അസലായിട്ട് മത്സരിച്ചു. എടുത്തോളൂ. 20 ഗ്രാം. സാറും മാഡം 10 എടുത്തോളൂ. ആ, 3 എടുക്കണ്ടോ? ശരി, അപ്പൊ കറക്റ്റ് എല്ലാരും കൂടെ വിധിച്ച് 20 ഗ്രാം എടുത്തു. ഓക്കെ, എല്ലാവിധ ആശംസകൾ. തീർച്ചയായിട്ടും മെഗാ സ്വർണ്ണമഴ വീണ്ടും കാണണം. പ്രേക്ഷകർ എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് മാഡം. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സോ മച്ച് സർ. അങ്ങനെ മെഗാ സ്വർണ്ണമഴയുടെ ഈ സർഗത്തിൽ 3 സംഘങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ്.
ഇതിൽ നിന്നും ഒരു ടീം തീർച്ചയായിട്ടും സെമി ഫൈനലിൽ എത്തും. നമുക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളായിരിക്കും 1 കിലോ സ്വർണം സമ്മാനമായി അടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിക്കുക. നാളെ രാത്രി വീണ്ടും കണ്ടുമുട്ടും വരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Make us one mirror. Last chance. It's not about running, not about talking, not about style. Come on, play the game and just score and win the Mega Swan mirror.